പറഞ്ഞതും പറയാത്തതും. ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. കോന്നിയിലെ പ്രചരണ ചൂടിനിടയിൽ ഡോക്ടർ ഐസക് സംസാരിക്കുന്നു. താങ്കൾ ഈ വ്യക്തിബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും. അത്തരം എപ്പോഴും സുഹൃത്തുക്കള്, നമ്മളെ ഇഷ്ടപ്പെടുന്നവര്, അവരൊക്കെ ഇലക്ഷനിൽ ഒരു പങ്ക് വഹിക്കാറുണ്ട്. ഇവിടെ ഉണ്ടാവും. അതെ, ഇവിടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മുഖ്യ പരിപാടി എൻ്റെ പുസ്തകങ്ങൾ വെക്കല. ഈ മഹാരാഷ്ട്രയിലെ അന്നത്തെ ഹരിതാഭമായ ഓർമ്മകൾ, അന്നത്തെ ആളുകൾ, അന്നത്തെ വിദ്യാർത്ഥി നേതാക്കൾ, കലാകാരന്മാർ, അവരാരൊക്കെയായിരുന്നു? മഹാരാഷ്ട്രയിൽ ഒത്തിരി കലാകാരന്മാരും കവികളും ഒക്കെ SFI നേരിട്ട് പ്രവർത്തകരായിരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട S. രമേശൻ തന്നെ SFIയുടെ ചെയർമാനായിരുന്നു, പിന്നെ കവിയായി അറിയപ്പെടുന്ന കവിയായിരുന്നു. അതുപോലെ തന്നെ TR ശിവശങ്കരൻ, വിമല എന്നൊക്കെ പറയുന്ന എഴുത്തുകാർ. ഇനിയിപ്പോൾ SFI പ്രവർത്തകരില്ലെങ്കിലും ഇവരൊക്കെ നമ്മുടെ സെറ്റിൽപ്പെടുമായിരുന്നു. ഇപ്പോൾ ഈ ക്യാമ്പയിൻ കവർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി മേക്കറുണ്ട്, ജയശങ്കർ അഞ്ജലി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ഹെഡായിരുന്നു. അവരുടെ പ്രൊജക്റ്റാണ് സൂക്ഷ്മതല വികസന ഇടപെടലുകളും മാക്രോ രാഷ്ട്രീയവും. അപ്പോൾ മാരാരിക്കോവും പത്തനംതിട്ടയും ആണ് അവർ കവർ ചെയ്യുന്നത്. ജയശങ്കർ അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടം വരപ്പുകാരനും ശില്പിയുമാണ്. ഒരു KP തോമസ് ഇപ്പോഴും ആക്റ്റീവാണ്, പെയിൻറ്റർ എന്നുള്ള രീതിയിൽ. ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്ക് ശശിധരനുണ്ട്, ശശി, കഥകളി ശശി, അങ്ങനെ വലിയൊരു വൃന്ദം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഠിക്കുന്ന കക്ഷികൾ CP ജീവനും ഇങ്ങനെയൊക്കെ ഉള്ള നല്ല കക്ഷികൾ ഒത്തിരി പേര്. മമ്മൂട്ടി ഉണ്ടായിരുന്നു വയസ്സിൽ. നല്ല ഇങ്ങനെ ഇന്ന് ഏറ്റവും അതിൽ ഉയർന്നു വന്നിരിക്കുന്നത് മമ്മൂട്ടി, ഏറ്റവും അറിയപ്പെടുന്ന ആളും വ്യക്തിത്വവും കേരളത്തിൻ്റെ വലിയൊരു പ്രതീകമല്ലേ അദ്ദേഹം, അഭിമാനവും. അന്ന് താങ്കളുടെ SFIയിലേക്ക് പുള്ളിയെ ആകർഷിച്ചിരുന്നോ? കക്ഷി അങ്ങനെ SFIയിലൊന്നുമില്ല, നമ്മുടെയൊക്കെ സുഹൃത്ത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വലയം അന്നേ ഉണ്ട്. തനതായിട്ടുള്ള ഒരു ഏർപ്പാടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതായിരുന്നു. വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നും വലിയൊരു പങ്ക് അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിലുമൊക്കെ ചെല്ലാനും ഒക്കെ സമയം. ഈ ഇടയ്ക്കും അദ്ദേഹം അതിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണുകയുണ്ടായി. താങ്കൾ പോകാറില്ലേ? ഈ ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ എപ്പോഴും പോകാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. താങ്കൾ എപ്പോഴും സത്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു, സത്യം പറയാൻ ശ്രമിക്കാറുണ്ടോ? സത്യം നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരില്ല, നുണയങ്ങ് പറയില്ല. ചിലപ്പോൾ പറയാതിരിക്കും കാര്യങ്ങൾ, ഉള്ള കാര്യം പറയണമല്ലോ. വീട്ടിൽ ഇങ്ങനെ ഈ എഴുത്തിനോടും സാഹിത്യത്തോടും വായനയോടും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നോ? എൻ്റെ വീട്ടിൽ പുസ്തകങ്ങൾ എപ്പോഴും ലഭ്യമായിരുന്നു. ഞാൻ കുഞ്ഞുനാൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ 7 അധ്യാപകർ ഒറ്റ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എന്നിട്ട് പക്ഷേ ഈ സെമിനാറിൽ കൊണ്ട് ചേർക്കണമെന്നുള്ള താല്പര്യം ആരുടെയായിരുന്നു? അതാണ് ഈ എല്ലാ ക്രിസ്ത്യൻ വീട്ടിലും അപ്പനോ അമ്മക്കൊക്കെ താല്പര്യം ഉണ്ടാവും, ഒരാളെങ്കിലും ക്രിസ്ത്യൻ. എത്രാമത്തെ കുട്ടിയായിരുന്നു? 2ാമത്തെ കുട്ടി. എന്നിട്ട് പിന്നെ അവർക്ക് നിരാശയായോ? അത് ഡിസ്കണ്ടിന്യൂ? ഇല്ല, അതൊക്കെ അങ്ങ് മോഹമില്ല. നമ്മൾ ഓരോരുത്തരും മാറിക്കഴിയുമ്പോൾ അതൊക്കെ പോവും. അവർക്കൊക്കെ അവസാനത്തിയപ്പോൾ ഇപ്പം അമ്മ ഇപ്പോഴും ഉണ്ട്, അപ്പനും അഭിമാനവും സന്തോഷം തന്നെ. അപ്പം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ബൈബിൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിൾ വാചകം എന്താണ് താങ്കളെ അല്പമെങ്കിലും സ്വാധീനിച്ചിട്ടുള്ളത്? ചിലപ്പോൾ ക്ലീശയായിട്ട് തോന്നും, ഏറ്റവും നല്ലത് മലയിലെ പ്രസംഗം തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോട്ട്. ഡോക്ടർ ഐസക്, ആശംസകൾ. അങ്ങയുടെ രാജ്യം വരട്ടെ. താങ്ക് യു.